ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊഡാക്ക് അതുപോലെ തോംസൺ എന്നീ രണ്ട് ബ്രാൻഡിൽ വന്നൊരു കോമൺ കംപ്ലൈൻ്റ് ആണ്. കംപ്ലൈൻറ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ സ്വിച്ചിലൊക്കെ എന്തെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള കംപ്ലൈൻറ്റ് ഒരു ഒട്ടുമിക്ക ഈ രണ്ട് മോഡൽസ്, അതായത് കൊഡാക്ക് തോംസൻ്റെ 32 അല്ലെങ്കിൽ 40 ഇഞ്ച് ടിവികളിലൊക്കെ വരാറുള്ള സ്ഥിരം കംപ്ലൈൻ്റാണ്. വോളിയം ഇടയ്ക്ക് തനിയെ കുറഞ്ഞു പോയിട്ട് സീറോയിലായി നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് എന്തുകൊണ്ട് വരുന്നു, അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് കറക്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇത്തരത്തിലാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിന് സൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് തോംസൻ്റെ ഒരു 30 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി ആണ്. ഇത് തോംസൺ കൊഡാക്കിനാണ് ഭൂരിഭാഗം നമ്മൾ കണ്ടിട്ടുള്ള ഈ കംപ്ലൈൻറ്റ്. തോംസൻ്റെ 40 ഇഞ്ചിൽ നമ്മൾ യൂട്യൂബൊക്കെ എന്തെങ്കിലും എടുക്കുമ്പോൾ തനിയെ സ്ക്രോളായി താഴോട്ട് വരുന്നൊരു അവസ്ഥയും കണ്ടിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റിനും ഇതേ സൊല്യൂഷൻ തന്നെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കാണിക്കുന്ന ആ കംപ്ലൈൻറ്റ് നിങ്ങളുടെ ടി വിക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കുക. റിമോട്ടിലൊന്നും തന്നെ ചെയ്യാതെ സൗണ്ട് ഓട്ടോമാറ്റിക് കുറഞ്ഞു പോകുന്നത് നമുക്കൊന്ന് കാണാം. ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ് ഭൂരിഭാഗം വരുന്നത് ഈ മൈക്രോ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റാണ്. അപ്പോൾ കുറേ നാൾ നമ്മൾ സ്വിച്ച് ഉപയോഗിക്കാതെ വെക്കുമ്പോൾ ഇത് ചില സ്വിച്ചുകൾ ഷോർട്ടാവുക അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാതെ വരും. കൂടുതലും ഷോർട്ടാവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതും അല്ലെങ്കിൽ നമ്മൾ റിമോട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് ചില കേസിൽ നമ്മൾ ഇടയ്ക്ക് ടി വിയിലെ സ്വിച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ഇങ്ങനെയാവും. അതായത് ആ സമയത്ത് സ്വിച്ച് പ്രസ്സാകുമ്പോൾ അത് പ്രസ്സായിരിക്കുക, കണ്ടിന്യൂസ് അങ്ങനെ പ്രസ്സായിരിക്കുന്ന സമയത്ത് ഇതുപോലെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാണിക്കില്ല, പക്ഷേ എങ്കിലും ചെറിയ രീതിയിൽ സ്വിച്ച് പ്രസ്സായിരിക്കുകൊണ്ട് ആ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് അഴിച്ചൊന്ന് കൺഫേം ആക്കണം. അപ്പോൾ നമ്മൾ സെൻസർ അതിന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്വിച്ചും സെൻസറും ഒരുമിച്ച് വരുന്ന ഒരു മൊഡ്യൂളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ നിന്ന് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ മൈക്രോ സ്വിച്ചാണ് നമ്മൾ മാറി നോക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ ടി വികളിലും, അത് തോംസൺ കൊഡാക്ക് വരുന്ന എല്ലാ ടി വികളിലും ഭൂരിഭാഗം ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ ഈ മൈക്രോ സ്വിച്ചുകൾ കംപ്ലൈൻ്റ് ആയി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്വിച്ചുള്ളതുകൊണ്ട് നമ്മൾ ഒരെണ്ണം മാത്രമാണ് മാറുന്നത്. ചില കേസിൽ വോളിയം, അതുപോലെ പവർ ബട്ടൺ, അതുപോലെ ഇൻപുട്ട് മെനു, ഇതൊക്കെ സെപ്പറേറ്റ് ഇതായിട്ട് വരാറുണ്ട്. ഓരോന്നിനും ഓരോ സ്വിച്ചായിട്ട് വരാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ ഫുൾ സ്ട്രിപ്പിലെ എല്ലാ മൈക്രോ സ്വിച്ച് നമ്മൾ മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുന്നത് ആകെ ഒറ്റ സ്വിച്ച് മാത്രം, അതായത് മൾട്ടി ഫങ്ഷൻ ചെയ്യുന്ന ഈ ഒരു സ്വിച്ച് മാത്രമാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ എന്തുകൊണ്ട് വരുന്നത് വെച്ചാൽ ഇത്രയുള്ള കംപ്ലൈൻറ്റ്, അത് കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുമ്പോൾ അത് കൊറോഷൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആ സ്വിച്ചിൻ്റെ ഇൻ്റേണിൽ വരുന്ന ഡാമേജ് കൊണ്ടാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കാറ്. ഈ ഫിലിപ്സ് വീഡിയോക്കോൺ ചില മോഡൽസിൽ 32 മോഡൽസിൽ ഇത് ഒരുപാട് കാണുന്നുണ്ട്. അത് കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വരുന്ന ബ്രാൻഡുകൾ കൂടുതലും കണ്ടിട്ടുള്ള ഈ മോഡൽസിലാണ്, കൊഡാക്ക് തോംസണിലാണ്. അപ്പോൾ നമ്മളത് സ്വിച്ച് റീപ്ലേസ് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കണം. ആ കംപ്ലൈൻറ്റ് സോൾവ് ആയോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല, എങ്കിലും നമ്മൾ ആ സ്വിച്ച് മാറിയപ്പോൾ തന്നെ ഇത് ക്ലിയർ ആയിട്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കൊഡാക്ക് തോംസൺ ആണെങ്കിൽ മൈക്രോ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റാണ് ഭൂരിഭാഗം വരാറുള്ളത്. ചില കേസിൽ, അതായത് വളരെ റെയർ ആയിട്ടുള്ള കേസിൽ മദർ ബോർഡിൻ്റെ ഇഷ്യൂ കൊണ്ടോ മറ്റെന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് വരാറുണ്ട്. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഏകദേശം ഇത് വർക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് കൺഫേം ആക്കിയിരിക്കണേ. മറ്റൊന്നും തന്നെ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം ഇതിനകത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ 40 ഇഞ്ച് 32 ഇഞ്ച് തോംസൺ കൊഡാക്ക് ടി വികളിൽ ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വന്നാൽ ഉറപ്പായിട്ടും അത് മൈക്രോ സ്വിച്ചിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അത് ജസ്റ്റ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ക്ലോസ് ചെയ്യാതെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് പുറത്തോട്ട് വെച്ചിട്ടുള്ളത് ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളത് തിരിച്ച് ആ സെൻസറിൻ്റെ ക്യാപ്പിൽ തന്നെ അത് ഫിറ്റ് ചെയ്ത് ടി വിയുടെ ബോഡിയിൽ തന്നെ പ്ലേസ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം നമ്മൾ ടി വി കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. ഈ പണ്ടത്തെ ഒരുപാട് നാൾ വർക്ക് ചെയ്ത ടി വികളിൽ, ഫിലിപ്സ് സാംസങ് ടി വികളിലൊക്കെ സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വേറെ ഫംഗ്ഷനൊക്കെ, അതായത് മെനു പ്രസ് ചെയ്യുമ്പോൾ വേറെ ഇൻപുട്ടൊക്കെ പ്രസ്സായി വരാം. അതിൻ്റെ കാരണം കൊറോഷൻ കൊണ്ട് വരാറുണ്ട്. അതും അല്ലെങ്കിൽ റെസിസ്റ്ററുകൾ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ വരാം. അതായത് ഈ സ്വിച്ചിന് അടുത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന റെസിസ്റ്റർ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ ഇത്തരത്തിൽ വരാറുണ്ട്. പക്ഷേ ഇവിടെ മൈക്രോ സ്വിച്ചാണ്, അതുകൊണ്ട് നമ്മളത് മാത്രം മാറി ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. ഇതുപോലൊക്കെ ആരെങ്കിലും വീട്ടിൽ തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാം. കാരണം നമ്മൾ ഈ സെൻസറൊക്കെ അഴിക്കുന്ന സമയത്ത് പാനലിലെ കോഫിലോ അല്ലെങ്കിൽ പാനലിലെ മറ്റ് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ കൈ അറിയാതെ തട്ടുകയോ അല്ലെങ്കിൽ ടൂൾസ് എന്തെങ്കിലുമൊക്കെ തട്ടുകയെങ്കിൽ പാനൽ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പാനൽ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു പ്രശ്നത്തിന് അഴിച്ച ടി വി വലിയൊരു കംപ്ലൈൻറ്റ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അഴിക്കുന്നവരെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അങ്ങനെ പറ്റാത്തവരാണ് കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നല്ലൊരു ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.